സിനിമയിലെ സൗഹൃദങ്ങളെ കുറിച്ച് പറയുമ്പം ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ സിനിമ പഠിച്ച് പുറത്തിറങ്ങുമ്പോൾ വളരെ ചുരുക്കം ആൾക്കാരുമായിട്ട് എനിക്ക് പരിചയമുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വരുന്നത്. പക്ഷെ എന്റെ ആവശ്യമാണ് സിനിമ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കോണ്ടാക്ട്സ് ഞാൻ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുറെ കോണ്ടാക്ട്സുകൾ ബിൽഡ് ചെയ്തു. അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ സിനിമയിൽ നിന്നും പരിചയപ്പെടുന്ന കുറച്ച് വ്യക്തികളാണ് ഞാൻ ആദ്യത്തെ സിനിമ ചെയ്യുന്നതിന് മുന്നേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ ഫസ്റ്റ് സിനിമയ്ക്ക് ശേഷം ഒരുമാതിരി എല്ലാവരെയും, ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ എല്ലാവരെയും എനിക്കറിയാം. പലരുമായിട്ട് സൗഹൃദങ്ങളുണ്ട്. പക്ഷെ ആ സൗഹൃദങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു എന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള പരിചയങ്ങളാണ്. പക്ഷെ ഞാൻ സിനിമയിൽ ആരും അല്ലാതിരിക്കുന്ന സമയത്ത്, സിനിമ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് വന്ന കുറച്ച് നല്ല സൗഹൃദങ്ങളുണ്ട്. അവരൊക്കെ ഇന്നും നല്ല സൗഹൃദമായിട്ട് കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു അവരെ കുറിച്ചാണ് കൂടുതൽ പറയേണ്ടതെന്ന് തോന്നുന്നു. ഞാൻ സിനിമ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ആദ്യം പരിചയപ്പെട്ട വ്യക്തികളിൽ ഒന്നാണ് ഷബീർ എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തി. അദ്ദേഹം ഒരു മാർക്കറ്റിംഗ് ടീമാണ്, മൂവി മാർക്കറ്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ ജോലി. സ്ട്രൈക്കേഴ്സ് ആൻഡ് ക്രൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹമായിട്ട് ഇപ്പോഴും നല്ല സൗഹൃദമുണ്ട്. അദ്ദേഹത്തെ പോലെ തന്നെ രംഗനാഥ് രവി എന്ന് പറയുന്ന സൗണ്ട് ഡിസൈനറെ ഞാൻ പരിചയപ്പെടുത്തുന്നതാണ്. അദ്ദേഹം ബോളിവുഡിലൊക്കെ ഒരുപാട് സിനിമകൾ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ അത്തരം ജാടകളൊന്നും ഇല്ലാതെ നമ്മളെപ്പോലെ യങ്സ്റ്റേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ സിനിമ അന്വേഷിച്ച് നടക്കുന്ന ഒരാളായിട്ട് ഇടപഴകാനും സംസാരിക്കാനും ഒരുപാട് മോട്ടിവേഷണൽ കാര്യങ്ങൾ പറയാനും അദ്ദേഹം അന്ന് തയ്യാറായി എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തെ എനിക്ക് പരിചയപ്പെടുത്താനും സൗഹൃദം സൂക്ഷിക്കാനുള്ള ഒരു വഴിയായത്. അതുപോലെ മനോരമ ചാനൽ വർക്ക് ചെയ്യുന്ന വിവേക് മോയ്ക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം അന്ന് സിനിമ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹമായിട്ടുള്ള ഒരു സൗഹൃദം സിനിമയിലെ പല ആൾക്കാരെയും കാണാനും പല ആൾക്കാരുടെ അടുത്ത് പോകാനും എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഞാൻ വന്ന വഴിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. അതേപോലെ ഞാൻ അന്ന് ഏത് ലൊക്കേഷനിൽ പോകുമ്പോഴും മിക്കവാറും സിനിമകളുടെയൊക്കെ ലൊക്കേഷനിലെ ക്യാമറമാനായിട്ട് ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് വിനോദ് ഇല്ലമ്പള്ളി എന്ന് പറയുന്ന ഒരു കക്ഷി. അപ്പൊ ഞാൻ ആദ്യം സിനിമ അന്വേഷിച്ചെടുക്കുമ്പോൾ ഗ്രാൻഡ് മാസ്റ്റർ ആയാലും അല്ലെങ്കിൽ ബയ്യ ആയാലും കുറെ സിനിമകളുടെ ലൊക്കേഷനിൽ പണ്ട് എനിക്ക് തോന്നുന്നു പിക്മാൻ എന്ന് പറയുന്ന പടത്തിന്റെ ലൊക്കേഷൻ, പല ലൊക്കേഷനിലും പല ആർട്ടിസ്റ്റുകളെയും കാണാൻ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് തോന്നുന്നു ഇല്ലമ്പള്ളി ആയിട്ടല്ല എവിടെയെങ്കിലൊക്കെ വെച്ച് ഞങ്ങൾ കാണും. വളരെ എന്താ പറയാ, നമ്മൾ പണ്ടെപ്പോഴോ പരിചയമുള്ളത് പോലെ അദ്ദേഹം എന്നോട് സംസാരിക്കും. ഒരു പടത്തിന്റെ ക്യാമറമാനാണെന്നുള്ള ജാടകളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ അദ്ദേഹം സംസാരിക്കും. അങ്ങനെയുള്ള കുറച്ച് വ്യക്തിത്വങ്ങളാണ് എനിക്ക് സിനിമയിൽ ഇനീഷ്യൽ ടൈമിൽ ഉണ്ടായിരുന്ന സൗഹൃദങ്ങളിൽ ഏറ്റവും വിലപ്പെട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏറ്റവും വലിയ സന്തോഷം അന്നുണ്ടായ സൗഹൃദത്തിൽപ്പെട്ട വിനോദ് ഇല്ലമ്പള്ളിയാണ് എന്റെ പുള്ളിക്കാരൻ സ്റ്റാർ എന്ന് പറഞ്ഞ സിനിമയിലെ ക്യാമറ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് എപ്പോഴും പറയും, അദ്ദേഹവും പറയും, ഞാൻ വന്ന വഴി എന്താണെന്ന് അറിയാവുന്ന ഒരാളാണ്, ഏതൊക്കെ ലൊക്കേഷനിലൂടെ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാകുന്ന ഒരാളാണ്. അപ്പൊ ഇവരൊക്കെയാണ് എന്റെ ഇനീഷ്യൽ ടൈമിലുള്ള. ഇത് കൂടാതെ ഒരുപാട് സിനിമയിലുള്ളതും സിനിമയിൽ ഇല്ലാത്തതുമായിട്ടുള്ള സൗഹൃദങ്ങൾ എനിക്കുണ്ട്. ഇവരൊക്കെ എന്നെ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. പക്ഷെ ഇവരൊക്കെയാണ് ഞാൻ എന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന, ഓർക്കുന്ന വ്യക്തിത്വങ്ങൾ. കാരണം ഞാൻ ഇന്ന് ആരെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാവരും. ബട്ട് സിനിമയിൽ വന്നതിന് ശേഷം ഇപ്പോൾ ഒരുമാതിരി എല്ലാവരും തന്നെ ആയിട്ട് നല്ല സൗഹൃദങ്ങളുണ്ട്. അതെല്ലാം എന്റെ പ്രൊഫഷന്റെ ഭാഗമായിട്ടുള്ള സൗഹൃദങ്ങളാണ്. ഞാൻ സിനിമ അന്വേഷിച്ച് നടക്കുന്ന സമയം, പരസ്യത്തിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമ പഠിച്ച് പുറത്തിറങ്ങിയ ഒരാളാണ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് സിനിമയിൽ വന്ന ആളല്ല ഞാൻ. അതുകൊണ്ടാവാം എന്റെയും ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു നല്ല എല്ലാ ഫെസിലിറ്റി ഉള്ള ഒരു ഫിലിം സ്കൂൾ ഉണ്ടാക്കുക എന്നുള്ളത്. പക്ഷെ അത് എങ്ങനെയൊന്നൊന്നുമില്ല. പക്ഷെ മനസ്സിലെവിടെയോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സിനിമ അന്വേഷിച്ച് നടക്കുന്ന സമയത്താണ് ഫിറോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന് ഇന്ത്യക്കകത്തും പുറത്തുമായിട്ട് ഒരുപാട് ബിസിനസ് ഉണ്ട്. എല്ലാം എഡ്യൂക്കേഷണൽ ബിസിനസ്സുകളാണ്. അദ്ദേഹത്തിന് UK പോലുള്ള പല മെയിൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ടൈപ്പുകളുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ പരിചയപ്പെട്ടു. ഞാൻ വെറുതെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു ഐഡിയ ഞാൻ ഷെയർ ചെയ്യുന്നത്. എന്റെ ആഗ്രഹമാണ് എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നു. അങ്ങനെ ആ ഒരു ഫ്രണ്ട്ലി ടോക്കിനിടയിലാണ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തുകൊണ്ട് പ്രാവർത്തികമാക്കിക്കൂടാ എന്ന് അദ്ദേഹം ചോദിക്കുന്നത്. അങ്ങനെ തുടങ്ങിയ ഒരു ചർച്ച ഏകദേശം 2011 ആ ചർച്ച തുടങ്ങുന്നത്. 2012 ഞങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള ഒരു സ്വപ്നം പ്രാവർത്തികമാക്കുമായിരുന്നു. ഞാനും അദ്ദേഹം കൂടി ചേർന്ന് അദ്ദേഹത്തിന്റെ കമ്പനിയായിട്ടുള്ള വെസ്റ്റ്ഫോർഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനവും ചേർന്നിട്ട് വെസ്റ്റ്ഫോർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിലിം ടെക്നോളജി എന്ന് പറഞ്ഞ് നമ്മൾ എറണാകുളത്ത് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ആദ്യം ചെറിയ രീതിയിലായിരുന്നു തുടങ്ങിയത്. കുറച്ച് കോഴ്സുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ.
അവിടെ നിന്നും ഞങ്ങള് കുറെ കൂടി പഠിച്ചു, എങ്ങനെയാണ് ഒരു സ്ഥാപനം കൊണ്ടുപോകേണ്ടതെന്ന് പഠിച്ചു. കാരണം കുറച്ച് കുട്ടികളെ എടുത്തിട്ടുള്ളൂ ആദ്യ സമയത്തൊക്കെ. കാരണം ഞാൻ കണ്ടിട്ടുള്ള മെജോറിറ്റി ഫിലിം സ്കൂളും സംഭവിക്കുന്നത് കുറെ അധികം കുട്ടികളെ ബിസിനസിന്റെ ഭാഗമായിട്ട് എടുക്കുകയും അവരെ വേണ്ട രീതിയിൽ കെയർ ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്നു. അപ്പൊ അത്തരത്തിലാവരുത് എന്ന് കരുതിയിട്ട് വളരെ കുറച്ച് കുട്ടികളെ മാത്രം എടുത്തു, അവരെ വേണ്ട രീതിയിൽ ട്രെയിൻ ചെയ്തു. അവരെല്ലാവരും ഇന്ന് മലയാള സിനിമയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയുടെ തന്നെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പം അവിടെ നിന്നാണ് ഞങ്ങളിത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത്. ഇന്ന് കേരളത്തില് ഏറ്റവും ഫെസിലിറ്റി ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് വളരാൻ വിഫ്റ്റിന് സാധിച്ചിട്ടുണ്ട്. നമ്മള് ഇപ്പം പല ഫെസിലിറ്റീസും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നത്തെ ടെക്നോളജിക്ക് ആവശ്യമായിട്ടുള്ള ഇപ്പൊ ഈവൻ ഗ്രേഡിംഗ് ആണെങ്കിലും നമ്മൾ DI ഫെസിലിറ്റി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ക്യാമറാസ്, അഡ്വാൻസ്ഡ് ക്യാമറാസ് ആണെങ്കിലും എന്തിന് നമ്മളൊരു ഡോൾബി അറ്റ്മോസ് തിയേറ്റർ വരെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവൈലബിൾ ആണ്. ഇന്നത്തെ ടെക്നോളജിക്ക് അനുസരിച്ചിട്ടുള്ള എല്ലാ സാങ്കേതിക വിദ്യയും വെച്ചിട്ടാണ് ഇപ്പോൾ സ്ഥാപനം റൺ ചെയ്യുന്നത്. നമുക്ക് ഭാരതീയ യൂണിവേഴ്സിറ്റി അഫിലിയേഷൻ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 100-ൽ പരം കുട്ടികളിവിടെ പല ബ്രാഞ്ചുകളിലായിട്ട് പഠിക്കുന്നുണ്ട്. ഡയറക്ഷൻ ആയാലും സിനിമോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആണെങ്കിലും സൗണ്ട് എഞ്ചിനീയറിംഗ് ആയാലും ആനിമേഷൻ, വിഷ്വൽ എഫക്ട്സ്, അങ്ങനെ പല ബ്രാഞ്ചുകളിലായിട്ട് ഏകദേശം 150ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. എല്ലാവരെയും ഇൻഡിവിജ്വലി പഠിക്കുന്ന സമയത്ത് മാത്രമല്ല, പഠനത്തിന് ശേഷവും അവരുടെ ഒരു കരിയർ കണ്ടെത്തി കൊടുക്കാൻ. ഇപ്പൊ എന്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ സിനിമ പഠിച്ച് പുറത്തിറങ്ങുന്ന സമയത്ത് പഠിച്ചു കഴിഞ്ഞപ്പോ ആ ഒരു പഠനം തീർന്നു. പിന്നെ മുന്നോട്ടുള്ള വഴി എങ്ങനെയെന്ന് മീൻസ് ഗൈഡ് ചെയ്യാനും അതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാനും ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് അതല്ല. നമുക്ക് എന്തൊക്കെ കിട്ടിയിട്ടില്ല അതെല്ലാം കൊടുക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് പുറത്തിറങ്ങുന്ന പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിക്കും ഓരോ തരത്തിലുള്ള കോണ്ടാക്ട്സ് കൊടുക്കാനും അവൻ ഇൻഡസ്ട്രിയിലേക്ക് എത്തിക്കാനും വേണ്ടിയിട്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അതിന്റെയൊക്കെ ഫലമായിട്ട് ഏകദേശം ഒരുമാതിരി എല്ലാ കുട്ടികളും ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് ഞങ്ങളുടെ ക്രെഡിബിലിറ്റി. നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ പ്രസ്ഥാനം. ഇനി ഇപ്പം പുള്ളിക്കാരൻ സ്റ്റാർ കഴിഞ്ഞു, അതുപോലെ സെവൻത്തിലെ ചെയ്തു. രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന സിനിമയായിരുന്നു, 2 തരത്തിൽപ്പെടുന്ന സിനിമയാണ്. അതേപോലെ തന്നെ തുടർന്നും വേറെ മറ്റേതെങ്കിലും ജോണറിൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കൊരു ഫാന്റസി കോമഡി, നല്ല ത്രൂ ഔട്ട് ഒരു കോമഡി മൂവി ചെയ്യണമെന്നുണ്ട്. അതേപോലെ ഒരു ആക്ഷൻ മൂവി ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇത്തരത്തില് ഉള്ള മൂവീസിന്റെ പിന്നാലെയാണ് ഞാനിപ്പോ. അതിനകത്ത് 2 ജോണറിലുള്ള സിനിമകളുടെ സ്ക്രിപ്റ്റിംഗ് നടക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണ് ചെയ്യുന്നതെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും നന്നായിട്ട് പ്ലാൻ ചെയ്ത് വൃത്തിയായിട്ട് ചെയ്യണമെന്നുണ്ട്. എടുത്തു ചാടി ഒരു സിനിമ ചെയ്യാതെ ചെയ്യുന്ന സിനിമകളെല്ലാം എന്തെങ്കിലും ഒരു നല്ല മെസ്സേജുള്ള നല്ല രീതിയിൽ ചെയ്യണമെന്നുണ്ട്. ഈ 2 പ്രോജക്റ്റുകളാണ് ഇപ്പം മുന്നിലുള്ളത്. ഇപ്പൊ ഈ സിനിമയായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്കിനി എന്നെ പോലെ ഈ സിനിമ മേഖലയിലേക്ക് എത്താൻ പോകുന്ന പുതിയ ആൾക്കാരോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ. നമ്മള് ഇന്നത്തെ സിനിമ എന്ന് പറയുന്നത് കുറെ കൂടി ടെക്നോളജിക്കലി അല്ലെങ്കിൽ ടെക്നിക്കൽ പെർഫെക്ഷനോടുകൂടി വരുന്ന സിനിമകളാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രേക്ഷകർ വരെയും ടെക്നോളജി അപ്ഡേറ്റഡ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് അവര് എല്ലാ കാര്യങ്ങളെ കുറിച്ചും ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ് നമ്മുടെ പ്രേക്ഷകർ. അപ്പോൾ അത്രമാത്രം നോളജ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിപ്പം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോയി പഠിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്കത് അറിയാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച വ്യക്തി എന്നുള്ള രീതിയിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വ്യക്തി എന്നുള്ള രീതിയിലും എനിക്ക് പറയാനുള്ളത്, മാക്സിമം നമുക്ക് കിട്ടുന്ന സമയത്തെല്ലാം ഏതൊക്കെ തരത്തിൽ നമുക്ക് നോളജ് കിട്ടുമോ അത്രയും നോളജ് നേടിയെടുക്കാൻ ശ്രമിക്കുക. ഒപ്പം നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം മാത്രം ഫോക്കസ് ചെയ്ത് മാക്സിമം ഓടുക. നമ്മളൊരു 24 hours ഉള്ള ഒരു പെർ ഡേ എന്നുള്ളൊരു കണക്കിൽ നമുക്ക് എത്രമാത്രം ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമോ അത്രമാത്രം അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. എന്തായാലും ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിയിരിക്കും. നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ എത്തിയിരിക്കും. ഞാൻ എന്റെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു പാഠമാണ്. കാരണം ഒരാളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു നാട്ടിലോ വീട്ടിലോ ആർക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്നും ഞാൻ എത്തുകയും 2 സ്റ്റാർ പടങ്ങൾ ചെയ്യുകയും 2 ഹിറ്റുകൾ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നിവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഞാൻ എന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടാണ്. ഞാൻ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടാണ്. ഈ ഹാർഡ് വർക്കിന്റെ കൂടെ എനിക്ക് പലതും ഉണ്ടായിട്ടുണ്ട്. ഈവൻ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലും ഞാൻ അങ്ങനെ ഓടുന്ന സമയത്ത് എനിക്ക് കയ്യിൽ വന്ന് ചേർന്ന സ്ഥാപനമാണ്. അപ്പോൾ എന്റെ പേഴ്സണൽ കരിയറിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്റെ അനുഭവത്തിൽ നിന്നുള്ള എന്റെ അനുഭവം ഞാൻ പറയാണ്. മാക്സിമം നല്ലൊരു ലക്ഷ്യം ഉണ്ടാക്കി വെക്കുക. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് ചെയ്യുക. ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും.